നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ദേശീയപാത കുട്ടനെല്ലൂരിൽ പോലീസ് ജീപ്പ് നിയന്ത്രണം തെറ്റി കാനയിലേക്ക് മറിഞ്ഞു. എറണാകുളത്ത് നിന്ന് തൃശൂർ പോലീസ് അക്കാദമിയിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിജു പൗലോസ്, ഡ്രൈവർ പത്മകുമാർ എന്നിവർക്ക് പരിക്കേറ്റു. ഡിവൈഎസ്പിയുടെ കയ്യിലെ പരിക്ക് സാരമുള്ളതാണ്. ഇരുവരെയും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. ദേശീയപാത മണലിയിൽ മിനി വാനിന് പിറകിൽ കാറിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. മണലിയിൽ നിന്ന് മടവാക്കരയിലേക്ക് തിരിയുന്ന റോഡിലാണ് അപകടമുണ്ടായത്. തിങ്കളാഴ്ച രാവിലെ 6:15ഓടെയായിരുന്നു സംഭവം. മടവാക്കരയിലേക്ക് കടക്കുന്നതിനിടെ കാർ വാനിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന പാഴ്സൽ വണ്ടിയാണ് അപകടത്തിൽപ്പെട്ടത്. ശോച്യാവസ്ഥയിലായ വരന്തരപ്പള്ളി പാപ്പാളിക്കുളം നവീകരിച്ചു. സംസ്ഥാന ജലസേചന വകുപ്പ് 45 ലക്ഷം രൂപ മുടക്കിയാണ് പാപ്പാളിക്കുളത്തിന് പുതിയ മുഖച്ഛായ നൽകിയത്. വർഷങ്ങളായുള്ള മുപ്ലിയ നിവാസികളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. പാപ്പാളിക്കുളം നവീകരണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനാവും. മുപ്ലിയം ഇഞ്ചക്കുണ്ടിന് സമീപത്തുള്ള ഈ കുളം ഉപ്പുഴിയിലെ കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു. കാലക്രമേണ നെൽകൃഷി കുറഞ്ഞപ്പോൾ പാപ്പാളിക്കുളവും നവീകരണമില്ലാതെ പായലും ചണ്ടിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിലായി. മുൻപ് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഉയർന്ന പ്രദേശങ്ങളിൽ പാപ്പാളിക്കുളത്തെ വെള്ളം എത്തിച്ച് കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തുവെങ്കിലും ഇത് പാതി വഴിയിൽ നിലച്ചു. കുളത്തോട് ചേർന്ന റോഡിൽ സുരക്ഷാഭിത്തി ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയും ഉയർത്തിയിരുന്നു. കുളം നവീകരിക്കണമെന്നും സുരക്ഷാ ഭിത്തി സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു. പഞ്ചായത്ത് അംഗം റോസലി തോമസിന്റെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകനായ KG രവീന്ദ്രനാഥും അധികൃതർക്ക് പലതവണ പരാതി നൽകിയിരുന്നു. NCTVയും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഉപ്പുഴി പാടശേഖരത്തിലെ 10 ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി പ്രദേശവാസികൾക്ക് ഗാർഹിക ആവശ്യങ്ങൾക്കും മത്സ്യകൃഷിക്കും വേണ്ട ജലലഭ്യതയും ഉറപ്പുവരുത്തുന്നതാണ്. ആകെ കാട് പിടിച്ച് ചണ്ടി നിറഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പ്രത്യേകം മന്ത്രിയുടെ ഇടപെടൽ മൂലം മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് 45.9 ലക്ഷം ഇറിഗേഷൻ ഫണ്ട് നമുക്ക് അനുവദിച്ച് തരികയും ചെയ്തു. ഇതുമൂലം ആ ഭാഗത്ത് കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളം നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. തന്നെയല്ല, അതിലെ പോകുന്ന വാഹനങ്ങൾക്കും അപകടകരമായ രീതിയിലായിരുന്നു ആ കുളം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുളം ഇത്ര നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നീന്തി കുളിക്കാനും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കും ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിച്ചു. ശക്തമായ മഴയിലും കാറ്റിലും പുതുക്കാട് തെക്കേ തുറവിൽ തെങ്ങ് വീണ് ട്രാൻസ്ഫോർമർ സ്ഥാപിച്ചിരുന്ന 2 വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച രാവിലെയായിരുന്നു സംഭവം. മേഖലയിലെ വൈദ്യുതി ബന്ധവും ഗതാഗതവും തടസ്സപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങാണ് വൈദ്യുതി പോസ്റ്റിലേക്ക് വീണത്. തുടർന്ന് തെങ്ങ് മുറിച്ചു മാറ്റി. KSEB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള പ്രവൃത്തികൾ ആരംഭിച്ചു. പുത്തൂരിലെ പ്രകൃതി രമണീയമായ വനഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവുമായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. പുത്തൂരിലെ പ്രകൃതി രമണീയമായ വനഭൂമിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ
ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻ സൂവുമായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന് ഒരുങ്ങി. ഒക്ടോബർ 28 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാംസ്കാരിക നഗരിക്ക് അതൊരു പൊൻതൂവലാണ്. തൃശൂർക്കാരുടെ 4 പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമാകുന്നത്. ലോകപ്രശസ്ത മൃഗശാല ഡിസൈനറായ ജോൺ കോയുടെ രൂപകൽപ്പനയിൽ 338 ഏക്കറിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പാർക്ക് സജ്ജമായിരിക്കുന്നത്. പാർക്കിന്റെ അനുബന്ധമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ പെറ്റിംഗ് സൂ, പുത്തൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഹോളോഗ്രാം സൂ എന്നിവയുടെ നിർമ്മാണവും ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു. പാർക്കിനുള്ളിൽ ചുറ്റിക്കാണാൻ KSRTCയുടെ ചെറിയ ബസ്സുകളും നഗരത്തിൽ നിന്ന് പാർക്കിലേക്ക് ഡബിൾ ഡെക്കർ ബസ് സർവീസും ഉണ്ടാകും. തൃശൂർ മൃഗശാലയുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ജീവികളെയെല്ലാം പാർക്കിലേക്ക് കൊണ്ടുവരികയാണ്. 28-നകം ആ നടപടികൾ പൂർത്തിയാകും. ഏതാനും മാനുകളെ മാത്രമാണ് തൃശൂരിലെ മൃഗശാലയിൽ തൽക്കാലം പാർപ്പിക്കുക. യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രത്യേകത ആവാസ വ്യവസ്ഥകളും ആവാസ ഇടങ്ങളുമാണ്. നേരത്തെ നമ്മൾ ഈ തൃശ്ശൂരിലെ മൃഗശാലയിൽ നിന്ന് കുരങ്ങിനെയൊക്കെ ഇങ്ങോട്ട് മാറ്റുന്ന ദൃശ്യം കരളലിയിപ്പിക്കുന്നതായിരുന്നു. ശരീരം മുഴുവൻ മാന്തി കീറി ചോരപ്പാടുകളുള്ള നിറങ്ങളുള്ള മൃഗങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സുവോളജിക്കൽ പാർക്കിലേക്ക് മൃഗശാല മാറുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചത് തന്നെയാണ്. കാരണം പരിമിതമായിട്ടുള്ള കൂടുകൾക്കകത്ത് എണ്ണം കൂടുന്തോറും പരസ്പരം ആക്രമിക്കുകയും പരസ്പരം വിണ്ടിക്കീറുകയും ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള മൃഗങ്ങളുടെ വളരെ ചെറിയൊരു സ്പേസിൽ നിന്ന് 10.5 ഏക്കറിലെ ഭൂമിയിലെ ചെറിയ കൂടുകളിൽ നിന്ന് ഏതാണ്ട് 350 ഏക്കറയോളം വലിപ്പമുള്ള കാടിൻ്റെ അതേ ആവാസ വ്യവസ്ഥയുള്ള ഒരു ഇടത്തിലേക്ക് അവർ പറിച്ചു മാറ്റപ്പെടുകയാണ്. ഏറ്റവും മനോഹരമായ ഒരു അവസരം അവർക്ക് ഒരുങ്ങി കിട്ടുകയാണ്. അതുകൊണ്ട് ഈ സുവോളജിക്കൽ പാർക്ക് 24 നമ്മൾ കൂടുകളെന്ന് വിളിക്കുന്ന ആവാസ ഇടങ്ങളിലെ മൃഗങ്ങളെ കാണാനുള്ള ഒന്ന് മാത്രമല്ല, 6 ആവാസ വ്യവസ്ഥകളുള്ള ഈ സുവോളജിക്കൽ പാർക്കിൽ പ്രകൃതിയുടെ സമൂഹമായിട്ടുള്ള ജീവിതത്തിനകത്ത്, പ്രകൃതിയുടെ ഹരിതാപയ്ക്കകത്ത് എങ്ങനെ മൃഗങ്ങൾ ജീവിക്കുന്നു എന്ന് മനുഷ്യന് കാണാൻ പറ്റുന്ന യഥാർത്ഥത്തിൽ ഒരു പ്രകൃതിയുടെ പാഠശാലയാണ് ഈ സുവോളജിക്കൽ പാർക്ക്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഗ്രേറ്റ് ഏവിയറി എന്ന് ജോൺ കോ ഡിസൈൻ ചെയ്തിട്ടുള്ള ചുറ്റും കിളികൾക്കും പക്ഷികൾക്കും ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ളൊരു കൂടാണ്. വെള്ളത്തിലുള്ള കിളികളാണ് ഇവിടെയുള്ളത്. എന്നാൽ ഓരോ മൈലുണ്ട്, ഓരോ സ്ഥലങ്ങളിലും അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയ പ്രത്യേകതകൾ കൂടി എടുത്തുകൊണ്ട് അവരുടെ ആവാസ ഇടങ്ങൾ എങ്ങനെയാകണം എന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഏതാണ്ട് കിളികൾക്ക് മാത്രമായി 1-2 ഏക്കർ വിശാലമായിട്ടുള്ള ഒരു ആവാസ ഇടം. ഇതാണ് ഇതിൻ്റെ സങ്കല്പം. ഇവിടെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, വിവിധ തരത്തിലുള്ള ജീവികളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുമ്പോൾ ഇതിൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു കാര്യം തൃശ്ശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ പൂർണ്ണമായിട്ടും ഇങ്ങോട്ട് മാറ്റുക എന്നുള്ളതാണ്. സുവോളജിക്കൽ പാർക്ക് പദ്ധതിയിൽ നേരത്തെ ഉൾപ്പെടാത്ത മാൻ സഫാരി പാർക്ക് കൂടി പുത്തൂരിൽ നിർമ്മിക്കുകയാണ്. അത് പൂർത്തിയായാൽ തൃശ്ശൂരിൽ അവശേഷിക്കുന്ന മുഴുവൻ മാനുകളെയും പുത്തൂരിലേക്ക് കൊണ്ടുവരും. വിവിധ രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലഭ്യമായ പുതിയ ജീവികളെ എത്തിക്കുന്ന നടപടികളും പുരോഗമിക്കുകയാണ്. കിഫ്ബി അനുവദിച്ച 331 കോടി രൂപയും പ്ലാൻ ഫണ്ടിലെ 40 കോടി രൂപയും ചേർത്ത് 371 കോടി രൂപ ഉപയോഗിച്ചാണ് അതിവേഗം സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. പുത്തൂരിലെ വനഭൂമിയിൽ വിശാലമായ പാർക്ക് നിർമ്മിക്കാനുള്ള പാരിസ്ഥിതിക അനുമതി 2018 ലഭ്യമാക്കിയതും നിർണായകമായി. തൃശൂരിന്റെ, പ്രത്യേകിച്ച് പുത്തൂർ ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നാടിന്റെ ആഘോഷമാക്കാൻ നാടാകെ ഒരുങ്ങിക്കഴിഞ്ഞു. 28 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരു നാടിന്റെ വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം സാംസ്കാരിക നഗരിയുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി, ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,410 രൂപയും പവന് 91,280 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.